പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂരിന്റെ മണ്ണിൽ കലകളുടെ ആരവങ്ങൾ കൊടിയേറുമ്പോൾ നടി ഭാവനയ്ക്കത് ഓർമ്മകളിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് കൂടിയാണ്. സ്വന്തം നാട്ടിലായിട്ടും എത്തിച്ചേരാനാവാത്തതിന്റെ നിരാശയും താരം ന്യൂസ് മലയാളത്തിൽ പങ്കുവച്ചു. ന്യൂസ് മലയാളത്തിന്റെ കലോത്സവ കവറേജിൽ തന്റെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും താരം പങ്കുവച്ചു. കാണാം. കലോത്സവ വേദികളുടെ അനുഭവങ്ങൾ മനസ്സിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് പ്രിയതാരം ഭാവന. ന്യൂസ് മലയാളത്തിന്റെ കലോത്സവ സെഗ്മെന്റിന്റെ പേര് ഭാവന എന്ന് അറിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷമെന്നും താരം. ഫസ്റ്റ് ഓഫ് ഓൾ അത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കാരണം എനിക്ക് ഫിസിക്കലി അവിടെ എത്താൻ സാധിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്കും ഒരുപാട് ഓർമ്മകളുള്ള ഒരു വേദിയാണ് സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. ഹോളി ഫാമിലി സ്കൂളിൽ പഠിച്ച കാലത്തെ ഓർമ്മകളെ തട്ടിയുണർത്തി സ്വന്തം നാട്ടിലേക്ക് കലോത്സവം എത്തിയതിൽ സന്തോഷം വാനോളമെന്നും ഭാവന ന്യൂസ് മലയാളത്തോട്. തൃശ്ശൂരിൽ നടക്കുന്നതിനും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇത് സംസാരിച്ചു, ഞാനും എൻ്റെ ചേട്ടനും കൂടി. അത് തരുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. അത് നമുക്ക് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടാൻ ഇല്ലാത്ത അല്ലെങ്കിൽ തിരിച്ചു കിട്ടില്ലാത്ത കുറെ നല്ല ദിവസങ്ങളും നല്ല ഓർമ്മകളുമാണ്. കലകളുടെ ആഘോഷത്തിൽ വിജയപരാജയങ്ങളെക്കാൾ അതിന്റെ ഭാഗമാവുന്നതും ആസ്വദിക്കാനാവുന്നതുമാണ് നല്ല അനുഭവങ്ങളെന്നും ഭാവന കൂട്ടിച്ചേർത്തു. ഇതില് തോൽവി ജയം എന്നുള്ളതിനേക്കാൾ മേലെ നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. തോൽവികൾ ഉണ്ടാകാം, വിജയങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതൊക്കെ ഒരു നല്ല സ്പിരിറ്റിൽ എടുക്കുക. എന്ത് തന്നെയാണെങ്കിലും, ഈവൺ ഇഫ് ഇറ്റ് സക്സസ് ഓർ ഫെയിലിയർ, എല്ലാം ഒരു മറ്റൊരു ഫേസിലേക്കുള്ളതിൻ്റെ ഒരു മുന്നോടിയാണ്, അതിൻ്റെ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.